വിശുദ്ധ അൽത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാനുള്ള വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും യേശു തമ്പുരാനും നന്ദി പറയുന്നു. എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിനും കൊടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ആഷ്ലി, ഇതെൻ്റെ ഹസ്ബൻഡ് അഗിൻ. ഞങ്ങൾ വരുന്നത് സുൽത്താൻ ബത്തേരി വയനാട് നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 25/8/2023 ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞാൻ എൻ്റെ 7ാമത്തെ പുതുക്കലിനായിട്ടാണെന്ന് വന്നത്. എനിക്ക് അമ്മ മാതാവ് തന്ന വലിയ 2 അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനായിട്ടാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. ഒന്നാമതായിട്ട് എനിക്ക് ഒരു നല്ല ജോലി അമ്മ എനിക്ക് തന്നു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ഒരു മാനേജർ ലെവൽ ജോലി വേണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഞാൻ, എൻ്റെ അമ്മ, എൻ്റെ ചേട്ടൻ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒക്ടോബർ 25 ഇവിടുത്തെ അഖണ്ഡ ജപമാല ഡേറ്റ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് എനിക്ക് അമ്മ ജോലി തന്നില്ല എങ്കിൽ എനിക്കിനിയൊരു ജോലി വേണ്ട എന്ന് പറഞ്ഞു തന്നെയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. അങ്ങനെ ഇരിക്കെ ഒക്ടോബർ 24, 2025 എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വരികയും 27 ഞാൻ ജോയിൻ ചെയ്യുകയും ചെയ്തു. ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഇവിടുത്തെ വിശുദ്ധ വസ്തുവായ ഉപ്പെടുത്തിട്ടാണ് പോയത്. അവിടെ ഇൻ്റർവ്യൂവിന് കയറുമ്പോഴും HR-ൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോഴെല്ലാം ഉപ്പിട്ടിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഉപ്പിട്ടിട്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അങ്ങനെയാണ് 27-ാം തീയതി, അതും 7 എന്നുള്ളൊരു ഡേറ്റ്, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഡേറ്റ് 7 അതിലുണ്ട്. അങ്ങനെയാണ് അമ്മ തന്നെയാണ് എനിക്ക് ആ ജോലി തന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കാനുള്ള കാരണം. അതുമാത്രമല്ല, എനിക്ക് ഇപ്പം എനിക്ക് കിട്ടിയ ജോലി എന്ന് പറയുന്നത് HR മാനേജറായിട്ടാണ്. ഒരു കമ്പനിയിൽ HR മാനേജർ ആവണമെന്ന് ആഗ്രഹിച്ച് എനിക്ക് 5 കമ്പനിയിലാണ് ഒരുമിച്ച് മാതാവ് തന്നത്. അതുതന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് HR റിലേറ്റഡ് അല്ല, പക്ഷേ അമ്മ എനിക്ക് HR മാനേജറായിട്ട് തന്നെ പോസ്റ്റ് തന്നു. അത് അമ്മയുടെ വലിയ അനുഗ്രഹമാണ്. അത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, അത് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലൂടെയാണ് എനിക്ക് ആ ജോലി കിട്ടിയതെന്ന്. ഇത്രയും നല്ലൊരു ജോലി, അത് ഷാർജയിലാണ്. ഇത്രയും നല്ലൊരു ജോലി എനിക്ക് തന്ന അമ്മ മാതാവിനും യേശു തമ്പുരാനും കോടാനുകൂടി നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് എൻ്റെ വിവാഹത്തെ പറ്റിയിട്ടാണ്. എനിക്ക് എൻ്റെ വീട്ടുകാർ 2 വർഷമായിട്ട് വിവാഹം ആലോചിക്കുന്നുണ്ടായിരുന്നു. പല തടസ്സങ്ങൾ കാരണം, ചിലപ്പോൾ ഞാൻ വേണ്ടെന്ന് വെക്കുന്നതും അല്ലാതെ മറ്റ് പ്രശ്നങ്ങൾ കാരണവും എനിക്ക് എൻ്റെ വിവാഹം ശരിയായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒക്ടോബറിൽ തന്നെ ഞാൻ വീണ്ടും എൻ്റെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാനും വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഒരു നല്ലൊരു വിവാഹ ജീവിതം കിട്ടണം എന്നുള്ളത്. അങ്ങനെ പെട്ടെന്ന് തന്നെ, സമയചുരുക്കത്തിൻ്റെ മാതാവെന്ന് പറയുന്നത് ശരി തന്നെയാണ്, പെട്ടെന്ന് ജാനുവരിയിൽ ആളുടെ കാര്യങ്ങളെല്ലാം ശരിയാവുകയും എൻ്റെ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് ആളുടെ വീടും. കുറേ നോക്കി, എറണാകുളം, കണ്ണൂർ അങ്ങനെയൊക്കെ നോക്കി അവസാനം തൊട്ടടുത്ത് തന്നെയാണ് ആൾ റെഡിയായത്. ജനുവരിയിൽ തന്നെ ആളുടെ എല്ലാ കാര്യങ്ങളെല്ലാം ആയി, ഉറപ്പിക്കലെല്ലാം കഴിഞ്ഞു. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മെയ് 11-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ കല്യാണം. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ സാക്ഷ്യം പറയണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നത്. അപ്പം സമയചുരുക്കം തന്നെയാണ് ഇതിൽ നടന്നത്. അപ്പോൾ അമ്മയുടെ വലിയ അനുഗ്രഹമാണ് ഞങ്ങളുടെ ഈ 2 കാര്യങ്ങളും, എൻ്റെ ജോലിയുടെ കാര്യമായാലും വിവാഹമായാലും നടത്താനുള്ള കാരണം. 2നും അമ്മ മാതാവിനോട് കോടാനുകൂടി നന്ദി പറയുന്നു. അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛനൊരിക്കൽ പറയുണ്ടായി, 40 ദിവസത്തിനുള്ളിൽ വിവാഹം കാര്യങ്ങൾ റെഡിയാവാത്ത ആളുകളുണ്ടെങ്കിൽ 40 ദിവസത്തിനുള്ളിൽ റെഡിയാവും, പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ധ്യാനത്തിൽ ഞാനും എൻ്റെ അമ്മയും ഉറച്ചു വിശ്വസിച്ചു ഞങ്ങൾക്ക് 40 ദിവസത്തിനുള്ളിൽ റെഡിയാവും എന്നുള്ളത്. അങ്ങനെ അതിലൂടെയാണ് ഞങ്ങൾക്ക് ഇതെല്ലാം പെട്ടെന്ന് തന്നെ ശരിയായി കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഒത്തിരി നന്ദി പറയുന്നു അമ്മ മാതാവിന് വലിയ അനുഗ്രഹങ്ങൾ തരുന്നതിന്. എന്നെ വീണ്ടും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ ഇനിയും സാക്ഷ്യം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഫുഡിനുള്ള ക്യാഷൊക്കെ കൊടുക്കാറുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എനിക്ക് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ എൻ്റെ ഫിസിക്കലി എനിക്ക് എന്ത് ഹെൽപ്പാണോ ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ പത്രം ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും എല്ലാം കൊടുക്കാറുണ്ട്. ആസ് യൂഷ്വൽ എല്ലാവരെയും അപമാനിക്കുന്ന പോലെ എന്നെ അപമാനിക്കാറുണ്ട്. പക്ഷേ അതൊന്നും ഒട്ടും തന്നെ കാര്യമാക്കാതെ ഞാനത് കൊടുക്കാറുണ്ട്. അപമാനിക്കലൊക്കെ അച്ഛൻ പറയുന്നത് പോലെ ഒത്തിരി ഒരു സന്തോഷമായിട്ട് ഞാൻ ഏറ്റെടുത്തിട്ടുള്ളൂ. അങ്ങനെയാണ് ഞാനത് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ആത്മീയ കാര്യങ്ങളെന്ന് പറയുന്നത്, ഞാൻ ഡെയിലി ഓഫീസിൽ പോകുമ്പോൾ എനിക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. ആ സമയത്ത് ഞാൻ ജപമാല ചൊല്ലും. വൈകുന്നേരവും അതുപോലെ തന്നെയാണ് റൂമിലെത്തിയതിന് ശേഷവും. കണക്ക് വെച്ചല്ല, പക്ഷേ എപ്പോഴൊക്കെ എനിക്ക് ഫ്രീ ആയി കിട്ടാറുണ്ടോ അപ്പോഴൊക്കെ ഞാൻ ചൊല്ലാറുണ്ട്. 1/2 മണിക്കൂർ ബൈബിൾ വായിക്കാറുണ്ട്. എല്ലാ ചൊവ്വാഴ്ചകളിലും ധ്യാനം കൂടാറുണ്ട്. ഡെയിലി ബ്രെഡ് ഡെയിലി രാവിലെ കൂടാറുണ്ട്. എനിക്ക് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മാതാവിൻ്റെ രൂപം അല്ലെങ്കിൽ പൂവ് അങ്ങനെയൊക്കെ എനിക്കെൻ്റെ തിരിയിലൊക്കെ തെളിഞ്ഞ് വരാറുണ്ട്. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് എപ്പോഴും അമ്മ മാതാവിൻ്റെ ഒരു സംരക്ഷണം എൻ്റെ കൂടെയുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിലും ഞാൻ അമ്മയിൽ ഉറച്ച് വിശ്വസിച്ചത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവാറില്ല. എപ്പോഴും എന്നെ കാത്തു പരിപാലിക്കുന്നതിന്, കൂടെ നിൽക്കുന്നതിന് അമ്മ മാതാവിനും യേശു തമ്പുരാനും കോടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല. അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ
എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 32 അധ്യായം 40 വചനമാണ്. ഒക്ടോബർ 25, 2025 ഈ മകള് ഉടമ്പടിയിൽ ആദ്യമൊക്കെ ഉടമ്പടിയിലായിരുന്നു. 2 പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞു. 7ാമത്തെ പുതുക്കലാണിത്. ഉടമ്പടിയിൽ തുടർച്ചയായിട്ട് ഭക്തിയോടെ വിശ്വാസത്തോടെ തുടർന്നുകൊണ്ട് പോകുന്ന ഒരു മകളാണ് ആഷ്ലി. ഇത് 2ാമത്തെ സാക്ഷ്യമാണ്, 7ാമത്തെ പുതുക്കലാണ്. ഒക്ടോബർ 25 ഈ മകൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. ഈശോയും അമ്മയോടും പ്രാർത്ഥിച്ചത് ഒരു നല്ല ജോലിക്ക് വേണ്ടിയിട്ടാണ്. 25 എന്ന ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാം, സമയചുരുക്കത്തിൻ്റെ അമ്മയാണ് കൃപാസനം അമ്മ. സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ ഈ സന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു പ്രാധാന്യമുണ്ട്. അങ്ങനെ ഒക്ടോബർ 25 എന്നൊരു ഡേറ്റ് ഇട്ടാണ് ഈ മകൾ പ്രാർത്ഥിച്ചത്. അമ്മേ, ഒക്ടോബർ 25 മുമ്പ് എനിക്കൊരു ജോലി നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഒക്ടോബർ 24 തന്നെ ഒരു ഇൻ്റർവ്യൂ കോൾ വരികയും 27 ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ സാധിച്ചു എന്നാണ് ഈ മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. 27 എന്ന അക്കത്തിൽ 7 എന്ന നമ്പർ അമ്മയുടെ ഡേറ്റാണ്. ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 അമ്മ ഈ സന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ടത്. 7 എന്ന നമ്പർ പലപ്പോഴും നമ്മൾ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഉടമ്പടിയുമായിട്ട് കണക്ട് ചെയ്തതാണ്. അതായത് അമ്മ തന്ന ഒരു ഗിഫ്റ്റാണ് എന്ന ഒരു അടയാളമാണ് 7 എന്ന നമ്പർ. 27 മോൾക്ക്, ഈ മകൾക്ക് HR മാനേജറായിട്ട് ഷാജയിൽ ജോലിക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചു. ഇവിടെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും ഉടമ്പടി ജീവിതം തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ നിബന്ധനകളനുസരിച്ച് പാലിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് ജോലി കിട്ടി. അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത്. ദൈവത്തിൻ്റെ കൃപയാലാണ് എനിക്ക് ഈ ജോലി നൽകി ദൈവം അനുഗ്രഹിച്ചതെന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. കാരണം എത്രയോ വ്യക്തികളുണ്ടായിരുന്നു, ഇൻ്റർവ്യൂവിന് വിളിച്ചിരുന്നു. പക്ഷെങ്കിൽ നമ്മെ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഉടമ്പടിയിലാണ്, നമ്മൾ വ്യത്യസ്തരാണ്, നമ്മൾ ഒരു ശ്രേഷ്ഠ ജനതയാണ് ഉടമ്പടി മക്കൾ. ഇന്നിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള ഇന്നിൻ്റെ നീഡ്, അക്കോർഡിംഗ് ടു ദ നീഡ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. ഈ മകളുടെ ജീവിതത്തിൽ ഒത്തിരി പേര് മെറിറ്റുള്ളവരുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആ മെറിറ്റുള്ളവരിൽ നിന്ന് ഈ മകളെ ഇതിനു വേണ്ടി സെലക്ട് ചെയ്തെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയായിട്ടാണ്, പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ഇന്ന് ഈ മകൾ പരിശുദ്ധമ്മയുടെ സാന്നിധ്യത്തിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് 2 വർഷത്തോളം മാരേജിന് വേണ്ടിയിട്ട് വീട്ടിലുള്ള അച്ഛനും അമ്മയും ഒക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേങ്കിൽ ഈ മകൾ ഉടമ്പടിയിലെ നിയോഗമായി സമർപ്പിച്ചത് 25 ഒക്ടോബർ പുതുക്കാൻ വന്നപ്പോഴാണ് നിയോഗമായി സമർപ്പിച്ചത്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ 3 മാസം ആ ഉടമ്പടി തീരുന്നതിന് മുമ്പ് തന്നെയാണ് ഏറ്റവും അടുത്തുള്ള ഒരു നല്ലൊരു പാർട്ട്ണറെ നൽകി ദൈവം നല്ലൊരു ഹസ്ബൻഡിനെ നൽകി ദൈവം അനുഗ്രഹിച്ചത്. ജസ്റ്റ് മാരീഡാണ്. 11/5/26 ഇവിടെ വിവാഹം കഴിഞ്ഞത്. ഈശോയുടെ അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് ഈ മക്കൾ വന്നിരിക്കുന്നത്. അതും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയിൽ ഡെയിലി ധ്യാനത്തിനകത്താണ് പറഞ്ഞത്, 40 ദിവസത്തിൽ കല്യാണ തടസ്സമുണ്ടായിരുന്നവർക്ക് കല്യാണം നടക്കുമെന്ന് ജോസഫ് അച്ഛൻ പറഞ്ഞിരുന്നു. അതിൽ വിശ്വസിച്ച് ഈ അമ്മയും മകളും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് വിവാഹം ആ 40 ദിവസത്തിനുള്ളിൽ തന്നെ വിവാഹം ഫിക്സ് ആവുകയും മാരേജ് ഇപ്പോൾ നടന്ന് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ നന്ദി പറയാനായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെയെല്ലാം ഈശോയുടെ അമ്മയുടെ വലിയൊരു ഇടപെടലാണ്. സമയചുരുക്കത്തിൻ്റെ അമ്മ ഇവിടെയും ഇടപെടുകയാണ് ഈ മകളുടെ കാര്യത്തിൽ. 2 വർഷം നടക്കാത്ത കാര്യമാണ്. സമയചുരുക്കത്തിൻ്റെ അമ്മയുടെ സഹായത്താൽ, കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയിൽ നിന്ന് കിട്ടിയ ഒരു വലിയ അനുഗ്രഹമാണ് ഇവരുടെ വിവാഹം. പരിശുദ്ധ അമ്മയോടും ഈശോയോടും ചേർന്ന് നിൽക്കുമ്പോൾ ശാശ്വതമായ ഒരു ഉടമ്പടിയിലാണ് നാം നിൽക്കുന്നതെന്നുള്ള ഒരു അനുഗ്രഹമാണ്. നമുക്ക് നന്മ ചെയ്യുന്നതിന് പിന്തിരിയാതെ മുന്നോട്ട് പോകുവാനുള്ള കൃപ ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവും അതാണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൽ നിന്ന് നമ്മൾ പിന്തിരിയാതിരിക്കാനായിട്ട് നമ്മുടെ ഉള്ളിലൊരു ഭക്തിയാണ് തന്നിരിക്കുന്നത്, ഒരു ശക്തിയാണ്, ഒരു ധൈര്യമാണ്. ഉടമ്പടി ജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വിശുദ്ധിയിലേക്കുള്ള ഒരു ജീവിതത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരെയും പരിശുദ്ധമ്മ കരം പിടിച്ച് നയിക്കുന്നത്. ആ വിശുദ്ധിയിലുള്ള ആ ഉടമ്പടി ജീവിതം കൂടുതൽ ഭക്തിയോടെയും വിശ്വസ്തയോടെയും മുന്നോട്ട് നയിക്കുവാൻ ഈശോയും അമ്മയും നമുക്ക് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അഷ്ലി അഖിലിന് കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.